മലപ്പുറം ജില്ലയിലെ വണ്ടൂർ, പെരിന്തൽമണ്ണ, കുറ്റിപ്പുറം, എടപ്പാൾ, തവനൂർ, പൊന്നാനി എന്നീ മേഖലകളിൽ H1N1 രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതിനാൽ ഇത്തരം പനികൾക്കെതിരെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. വായുവിലൂടെ പകരുന്ന ഇത്തരം രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനായി എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായും മാസ്ക് ധരിക്കേണ്ടതാണ്. ഗർഭിണികൾ, ചെറിയ കുട്ടികൾ, പ്രായമായവർ, ഇതര രോഗങ്ങളുള്ളവർ എന്നിവർ രോഗലക്ഷണങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതാണ്. രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ ഉടനടി ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുകയും ഡോക്ടറെ കാണുകയും ശാസ്ത്രീയ ചികിത്സ സ്വീകരിക്കേണ്ടതുമാണെന്ന് പൊന്നാനി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുരേഷ് കുമാർ പറഞ്ഞു. അതായത് സാധാരണ ഫ്ലൂ പനികൾ പലതരത്തിലുണ്ട്. പക്ഷേ H1N1 എന്ന് പറയുന്നത് കുറച്ചും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് പ്രത്യേക വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഗർഭിണികൾക്കും ഷുഗർ, പ്രഷർ, ക്യാൻസർ അങ്ങനെ മറ്റ് അസുഖമുള്ള ആളുകൾക്ക് H1N1 വന്നാൽ അത് അധികരിക്കാനും ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകളിലേക്കും ശ്വാസതടസ്സം ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. നമ്മൾ എല്ലാതരം പനികളും ഫ്ലൂ പനികൾ മിക്കവാറും ഉള്ളത് അതിൽ H1N1 എന്ന് പറയുന്നത് ഒരു ചെറിയ ശതമാനമുണ്ട്. പക്ഷേ അത് നമ്മൾ കണ്ടെത്താതെ അല്ലെങ്കിൽ മനസ്സിലാക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത്തരം രോഗികൾക്ക് ന്യൂമോണിയ പോലത്തെ അസുഖങ്ങൾ വന്ന് ജീവൻ തന്നെ അപകടത്തിലാകുന്ന രീതിയിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏതുതരം ഫ്ലൂ പനികൾ വരുമ്പോഴും അത് ഡോക്ടേഴ്സിനെ കണ്ട് കൃത്യമായ ചികിത്സാ ഉപദേശം തേടേണ്ടതാണ്. ചികിത്സയ്ക്കല്ലാതെ അനാവശ്യമായിട്ടുള്ള ആശുപത്രി സന്ദർശനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതും ആശുപത്രികളിൽ പോകുന്ന സമയത്ത് കൃത്യമായി മാസ്ക് ധരിക്കുകയും ചെയ്യേണ്ടതാണ്. വായുവിലൂടെ പകരുന്ന അസുഖമായതിനാൽ മാസ്ക് ധരിക്കുന്നത് രോഗപ്രതിരോധത്തിന് സഹായിക്കും. NCV ന്യൂസ്, പൊന്നാനി. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.